2021 കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതു ചരിത്രം രചിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തുടർഭരണം നേടിയത്. പിന്നീട് ഈ രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും CPM-ൻ്റെ വക്താക്കളായി നിറഞ്ഞാടുന്ന ഒരുപറ്റം യുവ നേതാക്കളെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുവാനും ക്യാപ്സൂളുകൾ നിരത്തുവാനും രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുവാനും മുൻനിരയിൽ നിന്നതെല്ലാം ഈ യുവ നേതാക്കൾ തന്നെയായിരുന്നു. എന്നാൽ ഇവരുടെ പ്രതിരോധവും പ്രത്യാക്രമണവും ഒന്നും CPM-ന് ഗുണപരമായില്ല എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞതും CPM ആണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവരിൽ പലർക്കും പാർട്ടി സ്ഥാനമാനങ്ങളും അധികാര പദവികളും നൽകി നിരവധി പ്രത്യുപകാരങ്ങൾ പാർട്ടി ചെയ്തെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് നിന്ന് ഇവരിൽ പലരെയും പാർട്ടി ബോധപൂർവം മാറ്റി നിർത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുവാൻ കഴിഞ്ഞത്. ഈ പട്ടികയിൽപ്പെട്ട പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി വിശദീകരിക്കുന്നത്. ഈ പട്ടികയിലെ 1-ാം പേരുകാരി എന്ന് പറയുന്നത് ഒരു വനിതാ നേതാവാണ്. തിരുവനന്തപുരത്തിൻ്റെ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ ശൈലിയും അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന നഗരഭരണവും മൂലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആദ്യമായി കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്തിയത് എന്ന വിലയിരുത്തൽ CPM-നുള്ളിൽ തന്നെ സജീവമാണ്. CPM-ന് ആര്യ രാജേന്ദ്രൻ ഒരു ബാധ്യതയാകുമെന്ന് പാർട്ടി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ പോലും ആര്യ രാജേന്ദ്രനെ ബോധപൂർവം സിറ്റിംഗ് മേയർ ആയിരുന്നിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും അവർ പ്രചരണത്തിന് ഇറക്കിയില്ല എന്നതും വസ്തുതയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേമം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ആര്യ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക പോയിട്ട് ആര്യ രാജേന്ദ്രനെ ഏതെങ്കിലും പ്രാദേശിക തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെയോ കുടുംബയോഗത്തിൻ്റെയോ ഉദ്ഘാടക പോലും ആക്കുവാൻ CPM തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ശിവൻകുട്ടിയുടെ പ്രചരണം നേമത്ത് നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ വേദിയിൽ സദസ്സിലിരുന്നു കൊണ്ട് തൻ്റെ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ നിർവികാരയായി വേദിയിലേക്ക് നോക്കിയിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ്റെ ചിത്രങ്ങളും ഫോട്ടോകളും വളരെയേറെ വൈറലായിരുന്നു. മറ്റൊരു കൗതുകം എന്താണ് എന്ന് വെച്ചാൽ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവ് മത്സരിക്കുന്ന ബാലുശ്ശേരി മണ്ഡലത്തിലെ പ്രചരണത്തിൽ നിന്ന് പോലും ആര്യ രാജേന്ദ്രനെ അകറ്റി നിർത്തുവാൻ CPM തീരുമാനിച്ചു എന്നതാണ്. അതായത് ആര്യ രാജേന്ദ്രനെ പോലൊരു നേതാവ് പാർട്ടിക്ക് എത്രമാത്രം വലിയ ബാധ്യതയാണെന്ന് CPM തിരിച്ചറിഞ്ഞത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പ്രചരണ കാലത്താണെങ്കിൽ ജനങ്ങൾ അത് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ആര്യ രാജേന്ദ്രനോട് ഉൾപ്പെടെയുള്ള എതിർപ്പ് അവർ വോട്ടായി തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം രേഖപ്പെടുത്തിയും കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ആര്യ രാജേന്ദ്രൻ്റെ എഫക്റ്റ് മൂലം തിരുവനന്തപുരത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ, അതായത് നഗര നിയോജക മണ്ഡലങ്ങളിൽ CPM-ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞാൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന മറ്റൊരു പ്രമുഖനായ നേതാവ് ജേക്ക് സി തോമസ് ആണ്. ജേക്ക് സി തോമസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രധാനമായും അദ്ദേഹത്തിന് 2 ഉത്തരവാദിത്തങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അതിൽ 1-ാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിൽ പോയിരുന്ന് വിഡ്ഢിത്തരം വിളമ്പി പാർട്ടി ക്യാപ്സൂളുകൾ വിളമ്പിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് മുമ്പിലും അവതാരകർക്ക് മുമ്പിലും പരിഹാസ കഥാപാത്രമാകുക എന്നതാണ്. രണ്ടാമതായി, ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ജേക്കിനെ പാർട്ടി വിനിയോഗിക്കുന്നത് പുതുപ്പള്ളിയിൽ നിന്ന് സ്ഥിരം മത്സരിച്ച് പരാജയപ്പെടുവാനുള്ള ഒരു അറവുമാടായിട്ടാണ്. 2023 ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടതോടെ ജേക്ക് സി തോമസിനെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാർട്ടി പരിപൂർണമായി മാറ്റി നിർത്തിയിരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ചാനൽ ചർച്ചകളിലടക്കം ജേക്ക് സി തോമസിൻ്റെ സാന്നിധ്യം പാർട്ടി ബോധപൂർവം ഒഴിവാക്കിയെന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജേക്കിനെ പോലെ പാർട്ടിക്ക് വേണ്ടി സ്വയം പരിഹാസ്യനാകുന്ന ഒരു നേതാവ് പാർട്ടിയുടെ പ്രചരണ വേദികളിലെത്തിയാൽ അത് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന തിരിച്ചറിവ് CPM-നും ഉണ്ടായതിനാലാവണം ജേക്ക് സി തോമസിനെ ഇത്തവണ ആര്യ രാജേന്ദ്രനെ പോലെ തന്നെ അകറ്റി നിർത്തുവാൻ പാർട്ടി ഒരു തീരുമാനമെടുത്തത്. ഏതൊക്കെയാണെങ്കിലും CPM-ൻ്റെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നും എത്തിച്ചില്ലെങ്കിലും ജേക്കിനെ പരിപൂർണമായി ഒഴിവാക്കി എന്ന പ്രതീതി ഒഴിവാക്കുവാനായി മറ്റ് ഘടകകക്ഷികളുടെ മണ്ഡലങ്ങളിലേക്ക് താരതമ്യേന പ്രസക്തി കുറഞ്ഞ പാർട്ടി പ്രചരണ പരിപാടികളിലേക്ക് ജേക്കിനെ CPM അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മറ്റൊരു വനിതാ നേതാവ് എന്ന് പറയുന്നത് ചിന്താ ജെറോമാണ്.
നമുക്കറിയാം യുവജന കമ്മീഷൻ അധ്യക്ഷയായും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായുമെല്ലാം പാർട്ടി നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു ചിന്താ ജെറോം. അതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് ചിന്ത മത്സരിക്കും എന്ന ഒരു പൊതുപ്രതീതി CPM-നുള്ളിൽ തന്നെ നേരത്തെ രൂപീകൃതമായിരുന്നു. എന്നാൽ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി CPM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ തങ്ങളുടെ കണ്ണിലുണ്ണിയെ സംസ്ഥാന നേതൃത്വവും കൈവിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ആര്യയെപ്പോലെയും ജയിക്കിനെപ്പോലെയും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുക മാത്രമല്ല, ചിന്തയോടും CPM ചെയ്തത് അവരെ പരിപൂർണമായി പ്രധാനപ്പെട്ട പ്രചരണ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുവാനും CPM തീരുമാനമെടുത്തിരുന്നു. ചിന്താ ജെറോം മത്സരിക്കുമെന്ന് വിലയിരുത്തപ്പെട്ട കൊല്ലം നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രചരണത്തിൻ്റെ ചുമതല പോലും അവർക്കില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ദേശീയ തലത്തിൽ നിന്നോ സംസ്ഥാന തലത്തിൽ നിന്നോ എത്തുമ്പോൾ അവർക്ക് ADC ആയി പോകുക എന്ന ചുമതല മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിന്തയ്ക്കുണ്ടായിരുന്നതെന്നും അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ വിവിധ പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ചിന്തയെപ്പോലെ വ്യാജ PhD എടുത്തു എന്ന ആരോപണം നേരിടുന്ന യുവ നേതാക്കൾ CPM-ന് എത്രത്തോളം ബാധ്യതയായി എന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ മെയ് 4 വോട്ടെണ്ണൽ നടന്ന് ഫലം പുറത്തു വരുന്നത് വരെ നാം കാത്തിരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെങ്കിലും ചിന്താ ജെറോമിനെയും മാറ്റി നിർത്തുവാനുള്ള തീരുമാനം CPM-ന് അല്പം ആശ്വാസം നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാര്യം ചിന്തയെപ്പോലുള്ളവരൊക്കെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ 10 വോട്ട് പോകും എന്നല്ലാതെ ഒരു വോട്ട് പോലും പാർട്ടിക്ക് കൂടുതലായി ലഭിക്കുവാനുള്ള സാധ്യതയില്ലായിരുന്നു എന്നത് ഒരു സാമാന്യ മലയാളിയുടെ ലോജിക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന മറ്റൊരു യുവ നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്. എറണാകുളത്തു നിന്നുള്ള ഈ യുവ നേതാവ് പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി രാഷ്ട്രീയ എതിരാളികളുടെ പരിഹാസത്തിനും അതുപോലെ തന്നെ അധിക്ഷേപത്തിനും ഇരയാവുന്ന വ്യക്തിത്വമാണ്. എത്രമാത്രം പരിഹസിക്കപ്പെട്ടാലും നാണം കെട്ടാലും വീണ്ടും ആവർത്തിച്ച് പാർട്ടിയെ ന്യായീകരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് അരുൺകുമാറിനുണ്ടായിരുന്നു എന്നത് ഇവിടെ നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഏതൊക്കെയാണെങ്കിലും PT തോമസിൻ്റെ മരണശേഷം തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് അരുൺകുമാർ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അരുൺകുമാറിന് വേണ്ടി ചുവരെഴുത്തുകൾ പോലും ആ ഘട്ടത്തിൽ നടന്നിരുന്നതാണ്. എന്നാൽ പിന്നീട് അരുണിനെ മാറ്റിക്കൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് CPM അവിടെ കളത്തിലിറക്കിയത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 1% പോലും വിജയപ്രതീക്ഷയില്ലാതിരുന്നിട്ടും അവിടെ തൃക്കാക്കരയിൽ വീണ്ടും അരുൺകുമാറിന് അവസരം നൽകുവാൻ പാർട്ടി തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ബോധപൂർവമായി പ്രചരണ രംഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും മാറ്റി നിർത്തുവാനൊരു തീരുമാനം CPM എടുത്തിരുന്നു എന്നത് വ്യക്തമാണ്. അരുൺകുമാറിനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് മാത്രമല്ല, തൃക്കാക്കരയിലെ പ്രചരണത്തിൻ്റെ ഏകോപന ചുമതലകളൊന്നും ഔപചാരികമായി പാർട്ടി അദ്ദേഹത്തിന് നൽകിയതുമില്ല. KS അരുൺകുമാറിനും ജെയ്സി തോമസിനും ഒരേ കാര്യത്തിലാണ് തിരിച്ചടിയുണ്ടായത്. പാർട്ടി നേതൃത്വത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നിർദ്ദേശത്തിനനുസരിച്ച് അന്തം കമ്മികളായിക്കൊണ്ട് അവർ ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും പാർട്ടി നേതൃത്വത്തെ ന്യായീകരിച്ചു. ഇത്തരം ന്യായീകരണം പാർട്ടിക്ക് ബാധ്യതയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ച് നൽകിയവർ തന്നെ ഇവരെ തള്ളിപ്പറഞ്ഞു എന്നതാണ് വസ്തുത. ഈ പട്ടികയിൽ അവസാനമായി നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയുന്നത് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പിടികിട്ടാപ്പുള്ളിയും അതുപോലെ തന്നെ എഴുതാത്ത പരീക്ഷ പാസ്സായ വൈദഗ്ധ്യമുള്ള വിദ്യാർത്ഥിയുമായ PM ആർഷോയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആർഷോ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രചരണം CPM കേന്ദ്രങ്ങൾ വ്യാപകമായി തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ നടത്തിയിരുന്നു. ആർഷോയും സ്ഥാനാർത്ഥിത്വത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും അരുൺകുമാറിനെയും ജെയ്ക്കിനെയും ചിന്താ ജെറോമിനെയും ആര്യ രാജേന്ദ്രനെയും പോലെ തന്നെ ആർഷോയെയും സ്ഥാനാർത്ഥിത്വം നൽകാതെ മാറ്റി നിർത്തുക എന്ന് മാത്രമല്ല, പ്രചരണ രംഗത്ത് നിന്ന് പാടെ ഒഴിവാക്കുക എന്ന നിലപാടും CPM സ്വീകരിച്ചിരുന്നു. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയിലേക്ക് പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ ചാനൽ സംവാദങ്ങളിൽ പങ്കെടുത്തിരുന്നത് PM ആർഷോയാണ്. എന്നാൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേവലം 1 വർഷം പിന്നിട്ട് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആർഷോയെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും പാർട്ടി പരിപൂർണമായി മാറ്റി നിർത്തുകയായിരുന്നു. ഇത്തരത്തിൽ അധികാരത്തിൻ്റെ തിളപ്പിൽ പാർട്ടിക്ക് വേണ്ടി അന്ധമായ ന്യായീകരണങ്ങൾ നിരത്തിയവരും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ തണലിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി സകല വൃത്തികേടും കാണിച്ചു കൂട്ടിയിട്ടുള്ളവരുമായിട്ടുള്ള യുവ നേതാക്കളെ CPM നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് നിന്നും മാറ്റി നിർത്തുമ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ കരിവേപ്പില പോലെ ഉപേക്ഷിച്ചു എന്ന വികാരം ഇവർക്കുണ്ടായേക്കാം. പക്ഷേ കേരള ജനതയ്ക്ക് മുമ്പിൽ ഇത്തരം നേതാക്കൾ പൊതുരാഷ്ട്രീയ രംഗത്ത് നിന്നും മാറി നിൽക്കുന്നത് അവർക്ക് ഏറെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കുക വയ്യ. ഒരുപക്ഷെ CPM ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ നിലപാടും ഇതുതന്നെയാവണം.
അതായത് കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊന്നതും നീയേ ചാപ്പ എന്ന പതിവ് ശൈലി CPM ആവർത്തിക്കപ്പെടുമ്പോൾ അധികാരത്തിൻ്റെ തണലില്ലാത്ത ഈ യുവനേതാക്കളുടെ ഭാവി എന്തായിരിക്കും എന്ന ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇവരിൽ ആർഷോയെയും ആര്യയെയും പോലുള്ളവരെ രാഷ്ട്രീയ എതിരാളികൾ CPMന് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ പോകുന്നു എന്നതും കാത്തിരുന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.